എന്റെ പ്രായത്തിൽ എല്ലാവരും കല്യാണം കഴിച്ചു, അതുകൊണ്ട് ഞാനും കല്യാണം കഴിക്കണം. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ മാത്രം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെട്ടു പോകില്ലേ? നമ്മളൊക്കെ സോഷ്യൽ മീഡിയ അത്യാവശ്യം യൂസ് ചെയ്യുന്ന ആളുകളാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോയ്ക്ക് 1 മില്യൺ ലൈക്ക് കിട്ടിയേക്കുന്നത് നമ്മൾ കണ്ടു എന്ന് കരുതുക. സ്വാഭാവികമായിട്ട് നമ്മുടെ ചിന്ത എന്തായിരിക്കും? അതൊരു നല്ല വീഡിയോ ആയിരിക്കും, വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കാണും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടാൽ അതിനെപ്പറ്റി നമ്മളൊരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കുന്നത് പോലും കമന്റ് സെക്ഷന്റെയും അതുപോലെ തന്നെ ആ കമന്റ് സെക്ഷനിൽ ബഹുഭൂരിപക്ഷം ആളുകൾ പറഞ്ഞിരിക്കുന്ന അഭിപ്രായത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. ഇതിനെ സൈക്കോളജിയിൽ ബാൻഡ് വാഗൻ ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. അതായത് കുറേ പേര് ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ അത് നല്ലതായിരിക്കും, കുറേ പേര് ഒരു കാര്യം ചെയ്താൽ അത് ശരിയായിരിക്കും. ഇങ്ങനത്തെ ഒരു ചിന്തയാണ് ബാൻഡ് വാഗൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു ബയാസ് ആണ്. നമ്മുടെ ബ്രെയിൻ വയേർഡ് ആയിരിക്കുന്നത് തന്നെ ഒരു സോഷ്യൽ സർവൈവലിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു സേഫ്റ്റി, സെക്യൂരിറ്റി ഇതൊക്കെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മൾ റിജക്റ്റ് ആയതുപോലെയും ഒരു ഭയങ്കര ഇൻസെക്യൂരിറ്റിയും ഒക്കെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മെജോറിറ്റി ആളുകൾ അനുകൂലിക്കുന്ന കാര്യം തന്നെ ഫോളോ ചെയ്യാനായിരിക്കും നമ്മളും ശ്രമിക്കുക. പക്ഷേ ഇതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഈ ബാൻഡ് വാഗൻ എഫക്റ്റ് കാരണം നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ ചില സമയത്ത് പറയാൻ ബുദ്ധിമുട്ട് തോന്നും. അതായത് ചുറ്റുമുള്ള കുറേ പേർക്ക് ഇഷ്ടപ്പെട്ട കാര്യം നമുക്കത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ മാത്രം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെട്ടു പോകില്ലേ? അതുകൊണ്ട് ഞാനും അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞേക്കാം. ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഉദാഹരണത്തിന്, എന്റെ പ്രായത്തിൽ എല്ലാവരും കല്യാണം കഴിച്ചു, അതുകൊണ്ട് ഞാനും കല്യാണം കഴിക്കണം. ഈ ചിന്ത ബാൻഡ് വാഗൻ ഇഫക്റ്റ് കാരണം ഉണ്ടാവുന്നതാണ്. നമുക്കൊരു പാർട്ട്ണർ വേണമെന്ന് തോന്നുകയാണെങ്കിലാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവർ കല്യാണം കഴിച്ചു എന്നുള്ളത് കല്യാണം കഴിക്കാൻ ഒരു റീസണേ അല്ല. ബാൻഡ് വാഗൻ ഇഫക്റ്റ് ലൈഫിൽ പലയിടത്തും കാണും. ഉദാഹരണത്തിന്, എല്ലാവരും ഒരു കോഴ്സ് എടുക്കുന്നു, സോ ആ കോഴ്സ് നല്ലതായിരിക്കും, എല്ലാവരും എടുത്തു, ഞാനും അതങ്ങ് എടുത്തേക്കാം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരും എടുത്തു അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ആ കോഴ്സ് സെലക്ട് ചെയ്തു എന്നുള്ളതൊന്നുമല്ല ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന്റെ അടിസ്ഥാനം. നമുക്കത് എത്രത്തോളം ഇഷ്ടമാണ്, നമ്മുടെ അഭിരുചിക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലിന് എത്രത്തോളം ആ കോഴ്സ് മാച്ച് ആണ്, അതനുസരിച്ച് വേണം നമുക്ക് പറ്റുന്ന ഒരു കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ അതിൽ ചെന്ന് പെട്ടുപോകുന്ന ഒരു അവസ്ഥയിലായിപ്പോ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ ഫ്രണ്ട്സ് എല്ലാം എബ്രോഡ് പോകുന്നു, അതുകൊണ്ട് ഞാനും എബ്രോഡ് പോകുന്നു. നിങ്ങൾക്ക് എബ്രോഡ് പോകാനും അവിടെ സെറ്റിൽ ചെയ്യാനും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പോകാം. അല്ലാതെ ഫ്രണ്ട്സ് എല്ലാം പോകുന്നു എന്നതുകൊണ്ട് മാത്രം നമ്മൾ അങ്ങനെ ഒരു ഡിസിഷനിൽ എത്തേണ്ട യാതൊരു ആവശ്യവും. ഈ ഫാഷനും ട്രെൻഡും ഒക്കെ ഫോളോ ചെയ്യുന്ന കാര്യത്തിലും ഈ ഒരു ഇഫക്റ്റ് കാണാം. അതായത് നമുക്കൊരു സ്റ്റൈൽ ഇഷ്ടമല്ല, പക്ഷെ അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പൊ ട്രെൻഡ് ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോവും. സോ അപ്ഡേറ്റഡ് കാറ്റഗറിയിൽ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ പോലും ചില ഫാഷനൊക്കെ അങ്ങ് ഫോളോ ചെയ്യാൻ ഒരു ശ്രമം നടത്തും. പ്രത്യക്ഷത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നില്ല, ഇതൊക്കെ എൻ്റെ ചോയ്സ് അല്ലേ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഇതിനെയൊക്കെ എടുക്കുക. ആക്ച്വലി ഇതൊരു തെറ്റിദ്ധാരണയാണ്. അതായത് ചോയ്സ് എന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ വെറുതെ ക്രൗഡിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ സ്വന്തമായിട്ട് ചിന്തിച്ച് ഒരു ചോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, പകരം കുറെ അധികം ആളുകളുടെ ചോയ്സ് തന്നെയാണ് നമ്മുടേതും എന്ന് കരുതുകയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സ്റ്റേജ് പ്രോഗ്രാം കാണാൻ പോയി എന്ന് കരുതുക. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകളൊക്കെ കൈയടിക്കുന്നുണ്ട്. നമുക്ക് പക്ഷെ ആ പ്രോഗ്രാം അത്ര രസിച്ചിട്ടില്ല. പക്ഷെ എല്ലാരും കൈയടിക്കുകയും നല്ല അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ പിന്നെ ഞാനും കൈയടിക്കുന്നതാണല്ലോ അതിന്റെ ഒരു ഭംഗി എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്ക് എത്തുന്നു. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, ചുറ്റുമുള്ള എല്ലാവരും കൈയടിച്ചു എന്ന് കരുതി ആ പ്രോഗ്രാം അടിപൊളിയാകണം എന്ന് യാതൊരു നിർബന്ധവും. അതായത് ഈ കയ്യടിയും പ്രോഗ്രാമിന്റെ ക്വാളിറ്റിയും തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു ബന്ധവും. സോ ഇനി മുതൽ നമുക്ക് ലൈഫിൽ ഈ ബാൻഡ് വാഗൻ എഫക്റ്റിനെ ഒന്ന് ചലഞ്ച് ചെയ്ത് നോക്കാം. അതായത് വെറുതെ ക്രൗഡിനെയും മെജോറിറ്റിയുടെയും ഒക്കെ അഭിപ്രായങ്ങളെ മാത്രം ഫോളോ ചെയ്ത് പോകാതെ എല്ലാ കാര്യത്തിലും കുറച്ച് ഡീപ്പായിട്ട് കുറച്ച് എഫേർട്ട് എടുത്ത് ചിന്തിച്ചിട്ട് നമ്മുടേതായിട്ടുള്ള നിലപാടുകളെയും താല്പര്യങ്ങളെയും ചോയ്സസിനെയൊക്കെ കണ്ടെത്താൻ ശ്രമിക്കാം. സെൽഫ് റിയലൈസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.